അൽ നസർ എഫ്.സി കടുത്ത പ്രതിസന്ധിയിലാണ്. 2020 ശേഷം ഒരു പ്രമുഖ കിരീടവും നേടാനാവാതെ അൽ നസർ എഫ്.സി 2024-25 സീസണെങ്കിലും ആ നാണക്കേട് ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. എന്നാൽ ഈ സീസണിന്റെ ആദ്യ പോരാട്ടമായ 2024 സൗദി സൂപ്പർ കപ്പ് ഫൈനലിൽ ഒരു ഗോളിന് മുന്നിട്ട് നിന്ന ശേഷം 4 ഗോൾ തിരികെ വാങ്ങി അൽ നസർ പരാജയപ്പെട്ടിരുന്നു. 2023 ജനുവരി 1 റെക്കോർഡ് പ്രതിഫലത്തിലൂടെ പോർച്ചുഗൽ ഇതിഹാസമായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്വന്തമാക്കിയെങ്കിലും നാളിതുവരെ അത് മുതലാക്കാൻ അൽ നസർ എഫ്.സിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. 2024 സൗദി സൂപ്പർ കപ്പ് ഫൈനലിൽ പരാജയപ്പെട്ടതോടെ മുഖ്യ പരിശീലകനായ ലൂയിസ് കാസ്ട്രോയെ മാറ്റാനുള്ള ശ്രമമാണ് അൽ നസർ എഫ്.സിയുടെ പിന്നാമ്പുറത്ത് നടക്കുന്നത് എന്നാണ് സൂചന. സൂപ്പർ കപ്പ് ഫൈനലിൽ കിരീടം നേടിയില്ലെങ്കിൽ ഈ പോർച്ചുഗീസ് മുഖ്യ പരിശീലകന്റെ സീറ്റ് തെറിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. അൽ ഹിലാൽ എഫ്.സിക്കെതിരായ ഫൈനലിൽ 44-ാം മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളിൽ അൽ നസർ എഫ്.സി ലീഡ് നേടിയതാണ്. എന്നാൽ സെർജക് മിലിങ്കോവിച്ച് സാവിക് 55-ാം മിനിറ്റിൽ നേടിയ ഗോളിലൂടെ അൽ ഹിലാൽ ഒപ്പമെത്തി. തുടർന്ന് അലക്സാണ്ടർ മിട്രോവിച്ചിന്റെ ഇരട്ട ഗോളും മാൽക്കമിന്റെ ഗോളും ചേർന്നതോടെ അൽ നസർ എഫ്.സിയുടെ കയ്യിൽ നിന്ന് മത്സരവും ട്രോഫിയും ചോർന്നു പോവുകയായിരുന്നു. അൽ നസർ സ്പോർട്ടിംഗ് ഡയറക്ടർ ഫെർണാണ്ടോ ഹെയ്റോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുഖ്യ പരിശീലകനെ മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. ട്രോഫി ഇല്ലാതെ ഇനിയും മുന്നോട്ടു പോവുക അസാധ്യമാണെന്ന അവസ്ഥയിലാണ് ഈ കടുത്ത തീരുമാനം. 2023 ജൂലൈയിലാണ് ലൂയിസ് കാസ്ട്രോ അൽ നസറിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തെത്തുന്നത്. ക്ലബിനെ 59 മത്സരങ്ങളിൽ പരിശീലിപ്പിച്ച് ഇറക്കി. അതിൽ 43 ജയം സ്വന്തമാക്കി. 9 സമനില സ്വന്തമാക്കിയപ്പോൾ 7 എണ്ണത്തിൽ പരാജയപ്പെട്ടു. 72.88 ലൂയിസ് കാസ്ട്രോയുടെ ശിക്ഷണത്തിൽ അൽ നസർ എഫ്.സിയുടെ വിജയശതമാനം ഇത്രയും ഉയർന്നതാണെങ്കിലും പ്രധാന ട്രോഫികൾ ഒന്നുമില്ല എന്ന കാരണമാണ് ഈ പരിശീലകന്റെ ഇരിപ്പിടം ഇളക്കിയിട്ടുള്ളത്. ലൂയിസ് കാസ്ട്രോയ്ക്ക് പകരമായി മറ്റൊരു പോർച്ചുഗീസ് പരിശീലകനായ സെർജിയോ കോൺസിക്കാവോയെ റിയാദിൽ എത്തിക്കാനുള്ള നീക്കവും അൽ നസർ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. നിലവിൽ ക്ലബ്ബുകളുടെ ഒരു ചുമതലയും സെർജിയോ കോൺസിക്കാവോ വഹിക്കുന്നില്ല. പോർച്ചുഗൽ സൂപ്പർ ക്ലബായ എഫ്.സി പോർട്ടോയുടെ പരിശീലകനായി 2017 ജൂൺ മുതൽ 2024 ജൂൺ 30 വരെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഇതിനൊപ്പം അൽ നസർ വിട്ട് റൊണാൾഡോ പുറത്തു വരണമെന്ന ആവശ്യവും വീണ്ടും ഉയർന്നിട്ടുണ്ട്. 2023 ജനുവരി 1 റൊണാൾഡോ സൗദി ക്ലബിലേക്ക് എത്തുന്നത്. 2025 വരെ നീളുന്നതാണ് അദ്ദേഹത്തിന്റെ നിലവിലെ കരാർ. 175 മില്യൺ പൗണ്ടാണ് വാർഷിക പ്രതിഫലമായി റൊണാൾഡോയ്ക്ക് അൽ നസർ നൽകുന്നത്. സൗദി സൂപ്പർ കപ്പ് 2024 ഫൈനലിന് ശേഷമാണ് റൊണാൾഡോ അൽ നസർ വിട്ട് പുറത്തു പോകുന്നതാണ് നല്ലതെന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും ആവശ്യപ്പെട്ടത്. അതാണ് റൊണാൾഡോയ്ക്ക് നല്ലതെന്നായിരുന്നു ആരാധകരുടെ നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ 175 മില്യൺ പൗണ്ട് വാർഷിക പ്രതിഫലം മറ്റൊരു ക്ലബിൽ നിന്നും റൊണാൾഡോയ്ക്ക് നിലവിൽ ലഭിക്കില്ല എന്നതാണ് സൂചന.